ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE 10th സ്റ്റാൻഡേർഡിലെ 9th ചാപ്റ്ററിലെ സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് 9.1 ക്വസ്റ്റ്യൻ നമ്പർ 8 ആണ്. A statue 1.6 meter tall stand on the top of the pedestal. From a point on the ground, the angle of elevation to the top of the statue is 60 degree, and from the same point the angle of elevation of the top of the pedestal is 45 degree. Find the height of the pedestal. ഒരു പെഡസ്റ്റലിന്റെ മേലെ ഒരു ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലാഗ് ഹോസ്റ്റ് അല്ല, സ്റ്റാച്ചു. ഒരു പെഡസ്റ്റലിന്റെ മേലെ ഒരു സ്റ്റാച്ചു ഉണ്ട്. ആ സ്റ്റാച്ചുവിൻ്റെ ടോപ്പിലേക്ക് ഗ്രൗണ്ടിൽ നിന്ന് നോക്കുന്നത് 60 ഡിഗ്രിയിലാണ്. ഇനി അതേ പോയിന്റ് നിന്ന് പെഡസ്റ്റലിൻ്റെ ടോപ്പിലോട്ട് നോക്കുന്നത് 45 ഡിഗ്രിയിലാണ്. ഇങ്ങനെ വരും നമ്മളുടെ ചിത്രം. ഓക്കെ, കേട്ടോ. സ്റ്റാച്ചു 1.6 മീറ്റർ ടോളാണ്, ഉയരം. ഇതാണല്ലോ സ്റ്റാച്ചു എന്ന് പറയുന്നത്. അത് 1.6 മീറ്റർ ആണ്. അതിൻ്റെ സ്റ്റാച്ചുവിൻ്റെ മുകളിലേക്കുള്ള ആംഗിൾ 60, അത് ഇതാണ്. ഇത് പെഡസ്റ്റലിൻ്റെ ടോപ്പിലോട്ടുള്ള ആംഗിൾ 45. ഓക്കെ, അപ്പോൾ ചിത്രം കിട്ടി. ചിത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ, കേട്ടോ. ഇനി DC ആണ് സ്റ്റാച്ചു, BC ആണ് പെഡസ്റ്റൽ. പെഡസ്റ്റലിൻ്റെ നീളമാണ് നമുക്ക് കാണേണ്ടത്. അത് BD എന്ന് DC മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ BC കാണാൻ പോവാണ്, അല്ലെങ്കിൽ എന്താ പറയുക, BCയുടെ നീളം. ഓക്കെ, BCയുടെ നീളം എങ്ങനെ നമ്മൾ കാണുക? tan 45. tan 45 ഈക്വൽ ടു BC ബൈ AB എന്ന് വരും. ഓക്കെ, 45 90 വരുമ്പോൾ 1:1 ആണ്. ഇതിൽ നിന്ന് tan 45 ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് 1/1. ഓക്കെ, BC ബൈ AB, ആൻഡ് വിച്ച് മീൻസ് BC ഈക്വൽ ടു AB. BCയും ABയും എന്താണ്? ഈക്വൽ ആണ്. അതിന് ഞാൻ x എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനി എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് കാണേണ്ടത്, കേട്ടോ. BCയും ABയും ഈക്വൽ ആണെന്ന് കിട്ടി. ഇനി എക്സിൻ്റെ വാല്യൂ കാണണം. അതിന് ഞാൻ tan 60 എടുക്കണം. tan 60 എന്താ? tan 60യുടെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഇത് മുഴുവനായിട്ട് വരും, BD. അഡ്ജസൻറ്റ് AB. ഇനി അതിൽ വാല്യൂ കൊടുക്കുക. tan 60യുടെ ആംഗിൾ ഇതാ ഇങ്ങനെയാണ് വരുന്നത്. 1:√3:2 ആണ്. 60 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ് √3/1. BD എന്ന് പറയുന്നത് 1.6 പ്ലസ് എക്സ് ആണ്. AB എന്ന് പറയുന്നത് എക്സ് ആണ്. ക്രോസ് ചെയ്തു. √3 × x √3x 1.6 × x. ഈ എക്സിനെ അപ്പുറത്ത് കൊണ്ടുവരിക. അപ്പോൾ √3x മൈനസ് എക്സ് ആയി. രണ്ടിലും ആര് കോമണാ? എക്സ് കോമൺ ആണ്. എക്സിനെ ഞാൻ പുറത്തെടുത്തു. അപ്പോൾ ബാക്കി ആരുണ്ട്? ഒരു √3യും ഒരു -1ഉം. ഇനി ഈ √3 -1 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇത് x ഇൻറ്റു എന്നാണ്. അത് ഇപ്പുറം വരുമ്പോൾ എന്താവും? ഡിവിഷൻ ആവും. സോ x ഈക്വൽ ടു 1.6 ഡിവൈഡഡ് ബൈ √3 -1. ഇനി അതിനെ കോൺജുഗേറ്റ് പെയറും ഉണ്ട്. ഡിനോമിനേറ്ററിന് റാഷണലൈസ് ചെയ്യുക. √3 -1നെ √3 + 1 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1.6 × √3 + 1 വരും. ഇതോ a - b × a + b ഫോമിലാണ്. എങ്ങനെയാണ്? അല്ലെങ്കിൽ x - y × x + y. എന്താണ്? x² - y² എന്നാണ് റിസൾട്ട്. ഏത്? x - y × x + y എന്ന് പറഞ്ഞത്. അപ്പോൾ x √3 ആണ്. √3ൻ്റെ സ്ക്വയർ 3. y 1 ആണ്. 1ൻ്റെ സ്ക്വയർ 1. 3 ന്ന് 1 പോയാൽ 2 കിട്ടും. ദെൻ 1.6/2 ചെയ്യുമ്പോൾ 1.6ൻ്റെ പകുതി 0.8. സോ 0.8 × √3 + 1. ഇതാണ് നമ്മളുടെ എക്സ്. ഓക്കെ, ഹൈറ്റ് ഓഫ് ദ പെഡസ്റ്റൽ, അതാണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ 0.8 × √3 + 1 എന്നാണ്. √3യുടെ വാല്യൂ തരാത്തത് കൊണ്ട് നമ്മളത് എന്ത് ചെയ്യണ്ട? ഇട്ട് കൊടുക്കണ്ട.